നമസ്കാരം. മൂന്നാം മോദി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യനും മന്ത്രിമാരാകുമെന്നുള്ള ഉറപ്പായിരിക്കുന്നു. എന്തായാലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ജോർജ് കുര്യനെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും നന്ദിയുള്ള ഒരാളാണ്. 1999 ജൂൺ 30 അർദ്ധരാത്രി എന്നെ കള്ളക്കേസിൽ കുടുക്കി നായനാർ ഗവൺമെൻറ് കാലത്ത് പി ശശിയുടെ വിരോധം തീർക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ അന്ന് അതിനെതിരെ ശക്തമായ ഭാഷയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധിച്ച ഒരാളാണ് ജോർജ് കുര്യൻ. അദ്ദേഹം മന്ത്രിയായി വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. അതേപോലെ സുരേഷ് ഗോപി ഏറ്റവും അധികം ക്രൈം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ, അവരെ വീട്ടിൽ ചെന്ന ആളുകളോട് ചില വളരെ മോശമായ പെരുമാറ്റമുണ്ടായി എന്നതിലും അതേപോലെ തൃശ്ശൂരിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് പെരുമാറിയ രീതിയിലും ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ജനങ്ങൾ വളരെയധികം അദ്ദേഹം ചെയ്ത മനുഷ്യസ്നേഹപരമായ രീതി കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തോട് കാണിച്ച നീതികേടിനും, അതായത് കോഴിക്കോട് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തതിനും ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് വൻ വിജയം നേടിക്കൊടുത്തത്. അദ്ദേഹം ഒരു എല്ലാം കൊണ്ടും നല്ല മനുഷ്യനാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷതയുള്ളത് കേരളത്തിലെ BJP പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ സീറ്റ് തെറിക്കുന്നു, പ്രസിഡന്റ് സ്ഥാനം തെറിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അദ്ദേഹം വയനാട്ടിൽ നിന്ന് കെട്ടിവെച്ച കാശും പോയി, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനവും പോയി എന്നുള്ള അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ BJPയെ വിറ്റ് പൈസയാക്കുന്ന ഒരു നേതാവായിരുന്നു K. സുരേന്ദ്രനും V. മുരളീധരനും എന്ന് ഞാൻ നിരവധി തവണ വാർത്ത ചെയ്തിട്ടുണ്ട്. ലാവ്ലിൻ കേസിൽ ഡൽഹിയിൽ കള്ളക്കളി നടക്കുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നാടകമാടുമ്പോൾ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി 2 പേരോട് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഇത് തീരെ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല പിന്നെ എൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്തില്ല. കാരണം അവർക്ക് BJP പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും തുടങ്ങി മാസപ്പടി വിവാദം വരെ ഉണ്ടായിട്ടും ഇവിടെ BJP യാതൊരു നടപടിയും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരികയും അത് കേരളത്തിൽ BJP അണികൾക്ക് വലിയ ആവേശം സൃഷ്ടിക്കുകയും അതോടൊപ്പം അവർ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പിണറായി വിജയനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ആഞ്ഞടിക്കുകയും ചെയ്തതോടെ ജനങ്ങൾ ഇളകിമറിഞ്ഞു. BJPക്ക് പുതിയ ശക്തി വന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് 3 ലക്ഷത്തോളം വോട്ടുകൾ ആലപ്പുഴ എന്ന് പറയുന്ന വിപ്ലവ നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ K. സുരേന്ദ്രന് വെറും 1,41,000 വോട്ടാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. K. സുരേന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം അസ്തമിക്കുന്നതിൻ്റെ പ്രധാന കാരണമായി തീരുന്നത് രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടി ദയനീയമായി പരാജയപ്പെട്ടു, കേരളത്തിലെ BJPക്ക് നാണക്കേടുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ 10 വർഷമായി K. സുരേന്ദ്രനെയും V. മുരളീധരൻ്റെയൊക്കെ ആട്ടും തുപ്പും കേട്ട് മൂലക്കിരുത്തുകയായിരുന്നു. എന്നാൽ അവർ സടകൊടിഞ്ഞെഴുന്നേറ്റ് രംഗത്ത് വരികയും ശക്തമായി മുന്നോട്ട് വരികയും അവരുടെ പ്രവർത്തനം കേരളത്തിലെ BJPക്ക് വലിയ ആവേശമുണ്ടാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ CPMനോടാണ് ഏറ്റുമുട്ടേണ്ടത്, കോൺഗ്രസിനോടല്ല. CPM നടത്തുന്ന കേരളത്തിലെ തെറ്റായ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് അവരെ ഏറ്റുമുട്ടുകയാണ് വേണ്ടത്, പിണറായി വിജയനോട് ഏറ്റുമുട്ടുകയാണ് വേണ്ടത് എന്ന് കൃത്യമായ സന്ദേശം ശോഭാ സുരേന്ദ്രൻ BJP അണികൾക്ക് നൽകി. അതുതന്നെയാണ് കേരളത്തിൽ BJPക്ക് 20% വരെ വോട്ട് വർധനവുണ്ടാവാൻ കാരണം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും തോളിലേറ്റി നടന്നിരുന്നെങ്കിൽ കേരളത്തിൽ എന്താകുമായിരുന്നു എന്ന് നമുക്ക് അറിയുമായിരുന്നില്ല. കാരണം ഇപ്പോഴും ഇത്തവണയും അത് ഒന്നും എവിടെയില്ലാത്ത രൂപത്തിൽ എത്തുമായിരുന്നു. ഇത്തവണയും സുരേഷ് ഗോപിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും അതേപോലെ ആറ്റിങ്ങലിൽ V. മുരളീധരനും CPMൻ്റെ വോട്ട് മറച്ചു എന്ന് പറയുന്നത് സത്യമാണെന്നുള്ള വിവരങ്ങളാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ സന്തോഷമുള്ള വാർത്ത വരുന്നത് ഡൽഹിയിൽ നിന്ന് വരുന്നത് K. സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കേരളത്തിലെ BJP അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്.
തീപ്പരി പ്രസംഗങ്ങൾ വഴി അണികളെ ആവേശത്തിലേക്ക് ഉയർത്തി വാനോളമുയർത്തി അവരെ പ്രവർത്തനോത്സവരാക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലുള്ള കഴിവുള്ള മറ്റൊരു നേതാവ് കേരളത്തിലില്ല. സുരേഷ് ഗോപിയെല്ലാം താൽക്കാലിക പ്രതിഭാസമായി മാറുമായിരിക്കാം. എന്നാൽ വർഷങ്ങളായി BJPക്ക് വേണ്ടി അടിത്തട്ട് മുതൽ ഇങ്ങോട്ട് പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്ക് എല്ലാ തരത്തിലുള്ള അവഗണനയുമാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ആദ്യമായി അവരെ സംസ്ഥാന BJP പ്രസിഡൻ്റായി വാഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം. അവർക്ക് സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടായിരിക്കാം, അത് താൽക്കാലിക ഒരു പ്രതിഭാസമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ വരവ് കേരളത്തിലെ മൊത്തം BJPയെ ഉണർത്തിയെടുക്കാൻ കഴിവുള്ള പ്രതിഭാസമായി തന്നെ നമുക്ക് കണക്കൂട്ടാം. ഡൽഹിയിൽ ഇനി നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കൊയലീഷൻ ഗവൺമെൻറ്റാണ് വരുന്നത്, കൂട്ടുമുന്നണിയാണ് വരുന്നത്. സ്വന്തമായി BJPക്ക് 240 സീറ്റ് ഉള്ളതുകൊണ്ട് കൂടെ നിൽക്കുന്ന മുന്നണികളെ എത്രമാത്രം വിശ്വസിക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെയെല്ലാം BJPക്ക് ഗണ്യമായ വോട്ട് കുറഞ്ഞെന്ന് മാത്രമല്ല വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തിരിച്ചടികൾ കിട്ടുക മാത്രമല്ല വലിയ തരത്തിൽ BJPക്കുള്ളിൽ വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്നും അതേപോലെ മഹാരാഷ്ട്രയിൽ നിന്നും അതേപോലെ ഉത്തർപ്രദേശിൽ നിന്നും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കേരളത്തിൽ BJP വളരാൻ വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ മാറ്റങ്ങളുണ്ടാകും. മാത്രമല്ല പിണറായിക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കും. പിണറായി വിജയനെ ജയിലിലടയ്ക്കുന്നവരെ ആ പോരാട്ടം നടക്കും. ആ പോരാട്ടത്തിൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കും. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന BJP അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. അധികം താമസിയാതെ അവരെ സംസ്ഥാന BJP അധ്യക്ഷയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നമുക്ക് ശ്രവിക്കാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നന്ദി, നമസ്കാരം.